നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രത്തെ കുറിച്ചാണ്. ചോതി നക്ഷത്രത്തിന്റെ 2026 വർഷം മാർച്ച് 22 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലെ ജ്യോതിഷപരമായിട്ടുള്ള മാറ്റങ്ങളും അവയ്ക്കുണ്ടാകുന്ന ഫലങ്ങളും ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒരടുക്കും ചിട്ടയോടെ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഇത് സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഒരു ഫലമാണ്. ചോതി നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ചോതി നക്ഷത്രക്കാര് ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനുമെല്ലാം വളരെ നല്ലതാണ്. വ്രതമെടുക്കുമ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ട് പൂർണ്ണമായിട്ടും വ്രതമെടുക്കണം. ശാരീരികമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ വ്രതമെടുത്താൽ മതി. അന്നേ ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കുക. ശാരീരികമായിട്ട് നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ച് മറ്റുള്ളവരുടെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും വെടിഞ്ഞ് ദൈവത്തിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അന്നേ ദിവസം കഴിയുക എന്നുള്ളതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ച ചെറിയ കുട്ടികളൊക്കെ ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ചെറിയ കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുവെങ്കിലും മാതാപിതാക്കളുടെ ശ്രദ്ധ ആവശ്യമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് പോകുന്ന ഒരു സമയമാണ്. അവരെ മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഒരു കടമയാണ്. അതിനായിട്ട് അധിക സമ്മർദ്ദം അവരിൽ ചെലുത്താതിരിക്കുക. പഠന കാര്യത്തിൽ ഇവർക്ക് നല്ലൊരു സമയമാണ്. സ്കോളർഷിപ്പോട് കൂടിയുള്ള മുന്നോട്ടുള്ള പഠനങ്ങൾക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ പഠനം നടത്തുവാനും അത് പൂർത്തീകരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇപ്പോൾ ചെയ്യുന്നതിന്റെ മേന്മ പിന്നീടുള്ള അവസരങ്ങളിൽ ഇവർക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം സാമ്പത്തിക മേന്മ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒന്നിലധികം സ്രോതസ്സിൽ നിന്നും വരുമാനം എത്തുന്നുണ്ട്. നനച്ചിരിക്കാതെയുള്ള ഭാഗ്യമൊക്കെ ചോതി നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ അന്തരീക്ഷമൊക്കെ വളരെ സന്തോഷകരവും സമാധാനകരവുമായിട്ട് പോകുന്നുണ്ട്. ദാമ്പത്യ സുഖമൊക്കെ ലഭിക്കുന്നുണ്ട്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ അടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചോതി നക്ഷത്രക്കാര് ഒരുപാട് കാലമായിട്ട് പിരിഞ്ഞു കഴിയാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുന്നുണ്ട്. അവര് ചില ആൾക്കാരെ പൂർണ്ണ മനസ്സോടെ ചില ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ചോതി നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾ മൂലമോ സഹോദരങ്ങൾ മൂലമോ വളരെ വലിയൊരു സഹായം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുമൂലം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കാലഘട്ടമാണ്. ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്താൻ പറ്റിയൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴില് മറ്റു ബിസിനസ്സുകളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിനായിട്ട് തുടക്കം കുറിക്കാവുന്ന ഒരു സമയമാണ്. കോടതി വ്യവഹാരങ്ങളിലും കേസുകളിലും ഒക്കെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് ചോതി നക്ഷത്രത്തെ സംബന്ധിച്ച് കടന്നു വരുന്നത്. എല്ലാം ശരിയായ ദിശയിലേക്ക് വരുന്ന ഒരു സമയമാണ് ചോതി നക്ഷത്രത്തിന്. ആരോഗ്യപരമായിട്ട് വളരെ മെച്ചമാകുന്നതാണ്. ദീർഘകാലമായിട്ട് അസുഖബാധിതരായിരുന്നവർക്കൊക്കെ ആരോഗ്യത്തിന്റെ കാര്യത്തില് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ്. ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഞരമ്പ് സംബന്ധമായ രോഗങ്ങളും പൂർണ്ണമായിട്ടും ഭേദമാകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതാണ്. ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൂടെ പ്രശസ്തി നേടാനൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതാണ്. കലാകായിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവർക്ക് പ്രശസ്തിയിലേക്ക് വരാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒളിഞ്ഞു കിടന്നിരുന്ന കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ്. കരാർ അടിസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലിയൊക്കെ സ്ഥിരപ്പെടുന്നതാണ്. തൊഴിൽ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സഹജീവികളോട് കരുണ കാണിക്കേണ്ടതുണ്ട്. നമ്മൾ മേൽ പറഞ്ഞ പോലെ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതം എടുക്കുമ്പോൾ അന്നേ ദിവസം മറ്റുള്ള ഒരാൾക്കെങ്കിലും അന്നദാനം നടത്തുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുവാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്.
അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.